പ്രസവിച്ചാൽ ഉടൻ പണം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭരണകൂടം നൽകിയ ഒരു ഓഫർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ ജനത. ജപ്പാനും ചൈനയ്ക്കും പിന്നാലെ ജനന നിരക്ക് ഉയർത്തുന്നതിനുള്ള ഒരു നടപടികൾ ഊർജിതമാക്കുകയാണ് റഷ്യൻ ഭരണകൂടം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗർഭിണിയാകുന്ന സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവ ചെലവിനും ശിശുപരിപാലനത്തിനും 1 ലക്ഷത്തിലധികം രൂപ പ്രതിഫലം നൽകുമെന്നുള്ള പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. റഷ്യയിലെ 10 പ്രവിശ്യകളിൽ പദ്ധതി നടപ്പിൽ വന്നു കഴിഞ്ഞു. ജനസംഖ്യ വർധനവിനായി എന്തു വഴിയും സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് കഴിഞ്ഞ മാർച്ചിൽ തന്നെ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നതും. എന്നാൽ മുതിർന്ന സ്ത്രീകൾക്കായി മാത്രം പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും ബാധകമാക്കിയതോടെയാണ് കടുത്ത വിമർശനവും ഉയരുന്നത്. 2023 കണക്കനുസരിച്ച് റഷ്യയിലെ സ്ത്രീകളുടെ പ്രത്യുൽപാദന നിരക്ക് 1.41 ആണ്. നിലവിലെ ജനസംഖ്യ പിടിച്ചു നിർത്തണമെങ്കിൽ അത് 2.05 എങ്കിലും ആകണം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2.5 ലക്ഷത്തിലധികം പട്ടാളക്കാർ മരിച്ചു എന്നാണ് കണക്ക്. നാട് വിട്ടു പോയവരും ആയിരക്കണക്കിന് വരും. ഇതെല്ലാം ജനസംഖ്യ വീണ്ടും കുറയാൻ ഇടയാക്കുന്നു എന്നതുകൊണ്ടാണ് ഗർഭചിത്രത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിനെതിരെ റഷ്യക്കാർക്കിടയിൽ വലിയ രീതിയിൽ എതിർപ്പും ഉയരുന്നുണ്ട്. പഠനവും ജോലിയുമായി മുന്നോട്ട് പോകേണ്ട കുട്ടികളെ പ്രസവത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യത്വരഹിതമാണ് എന്നാണ് പ്രധാന വിമർശനം. കൗമാരപ്രായത്തിലുള്ള ഗർഭധാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ആശങ്ക. റഷ്യൻ റിപ്പബ്ലിക്കായ കരേലിയ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന വിദ്യാർത്ഥിനികൾക്ക് 1 ലക്ഷം റൂബിൾ, ഏകദേശം 81,000 രൂപ നൽകുമെന്നായിരുന്നു ആ ഒരു പദ്ധതി. 2025 ജനുവരി മുതൽ പ്രാബല്യത്തിലെത്തിയ ഈ ഒരു പ്രസവ പ്രോത്സാഹന നയത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നവർ 25 വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം എന്നുള്ള നിബന്ധനയുമുണ്ട്. ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥിയും കരേലിയയിലെ താമസക്കാർക്കുമായിരിക്കണം എന്നിങ്ങനെയാണ് പദ്ധതിയിലെ നിബന്ധനകൾ. പ്രസവത്തിൽ കുട്ടി മരിക്കുകയാണെങ്കിൽ ഈ ബോണസ് കിട്ടില്ല. യുക്രൈനുമായുള്ള യുദ്ധത്തിന് പിന്നാലെ വിദേശത്തേക്കുള്ള പൗരന്മാരുടെ പലായനവും രൂക്ഷമായ ജനസംഖ്യാപരമായ പ്രതിസന്ധി രാജ്യം അഭിമുഖീകരിക്കുന്നതിനിടെയാണ് റഷ്യയിൽ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവരുന്നത്. റഷ്യയിലെ ജനനനിരക്ക് നിലവിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 2024 ആദ്യ പകുതിയിൽ 5,99,600 കുട്ടികളാണ് റഷ്യയിൽ ജനിച്ചത്. 25 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. 2023 കാലയളവിനെ അപേക്ഷിച്ച് 16,000 കുട്ടികളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. റഷ്യയിലെ മറ്റ് റിപ്പബ്ലിക്കുകളിലും ഈ ഒരു ജനനനിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള സമാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കൂടാതെ റഷ്യൻ സർക്കാർ പ്രസവാനന്ത സംബന്ധമായ ആനുകൂല്യങ്ങളും ഈ വർഷം ഉയർത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് അമ്മയാകുന്നവർക്ക് 6,70,75,000 റൂബിൾസ്, അതായത് 5,69,627 രൂപയാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇത് 6,30,400 എന്ന റൂബിൾ കണക്കായിരുന്നു, അതായത് 5,30,418 രൂപ. രണ്ടാമത്തെ കുഞ്ഞിന് 8,94,000 റൂബിൾസ് ആണ് കിട്ടുക. 2024 ഇത് 8,33,000 റൂബിൾസ് ആയിരുന്നു.